إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് മനുഷ്യരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നുള്ളത്. ഖുർആനും സുന്നത്തും പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്ത്രീകളെക്കാൾ പദവിയുള്ളത് പുരുഷന്മാർക്കാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ രണ്ടാളുകളുടെ സംഭാഷണം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അകഫർത ബില്ലദീ ഖലഖക. ഇവർ രണ്ടുപേരും സംഭാഷണം നടത്തുന്ന ആളുകൾ, അതിൽ ഒരാൾ മുസ്ലിമും മറ്റൊരാൾ കാഫിറുമാണ്. മുസ്ലിമായ വ്യക്തി കാഫിറായ വ്യക്തിയോട് ചോദിക്കുകയാണ്, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്. നീ നിഷേധിച്ചു തള്ളുകയാണോ നിന്നെ മണ്ണിൽ നിന്ന് പടക്കുകയും സുമ്മ മിൻ നുത്ഫ, പിന്നീട് ഒരു ബീജത്തിൽ നിന്നും സുമ്മ സവ്വാക റജുല, പിന്നീട് നിന്നെ ഒരു പുരുഷനായി പടച്ച റബ്ബിനെ നീ നിഷേധിച്ചു കളയുകയാണോ എന്ന് അദ്ദേഹം, ആ മുഅ്മിനായ വ്യക്തി പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹം അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്നെ പുരുഷനാക്കി എന്നത് ഒരു അനുഗ്രഹമായി ആ കാഫിറായ വ്യക്തിയോട് മുഅ്മിനായ വ്യക്തി പറയുകയാണ്. പുരുഷന്മാർക്ക് നൽകിയ മറ്റൊരു ശ്രേഷ്ഠതയാണ് അവരിൽ നിന്നാണ് നബിമാരെ, മുർസലീങ്ങളെ നിയോഗിച്ചു എന്നത്. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. അല്ലാഹു പറയുകയാണ്, ഇതാ താങ്കൾക്ക് മുൻപ് റസൂലെ റിജാലൻ, ചില പുരുഷന്മാരെയാണ് വഹിയുമായി നാം നിയോഗിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്. അല്ലാഹു നൽകിയ ഒരു ഔദാര്യമാണ് പുരുഷനെ സൃഷ്ടിക്കുക എന്നുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പൗരുഷം അത് പൂർത്തിയാകാൻ ചില വിശേഷണങ്ങൾ ആവശ്യമാണ്. ചില വിശേഷണങ്ങളുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുസുന്നത്തിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ കാര്യം മനസ്സിലാക്കുക എന്നത് നമ്മുടെ മേൽ, പുരുഷന്മാരുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. ഖുർആനിലും സുന്നത്തിലും സ്ത്രീകൾക്ക് പ്രത്യേകമായി പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, ചില വിശേഷണങ്ങളുണ്ട്, ചില ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്കും പ്രത്യേകമായി പഠിപ്പിച്ച ചില ഗുണങ്ങളും വിശേഷണങ്ങളുമുണ്ട്. അത് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, പലർക്കും ഈ ഒരു കാഴ്ചപ്പാടില്ല. പലരുടെയും ശുദ്ധ പ്രകൃതി നശിച്ചത് കൊണ്ട് തന്നെ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്ന് പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, എത്രത്തോളം മറ്റു ചിലർ പറയുന്നത് പുരുഷന്മാരെക്കാൾ ശ്രേഷ്ഠതയുള്ളത് സ്ത്രീകൾക്കാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കാൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, പലർക്കും ഈ ഒരു കാഴ്ചപ്പാടില്ല. പലരുടെയും ശുദ്ധ പ്രകൃതി
നശിച്ചത് കൊണ്ട് തന്നെ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്ന് പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, എത്രത്തോളം മറ്റു ചിലർ പറയുന്നത് പുരുഷന്മാരെക്കാൾ ശ്രേഷ്ഠതയുള്ളത് സ്ത്രീകൾക്കാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊരു പകർച്ചവ്യാധി പോലെ മുസ്ലിം ഉമ്മത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഖേദകരമായ യാഥാർത്ഥ്യം. അതിനാൽ തന്നെ സഹോദരങ്ങളെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുക എന്നത് അനിവാര്യമായ കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്കുണ്ടായിരിക്കേണ്ട ഗുണമായി പറഞ്ഞ കാര്യമാണ് മസ്ജിദുമായി ബന്ധമുണ്ടായിരിക്കുക എന്നത്. യഥാർത്ഥ പുരുഷന്റെ വിശേഷണമായി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ് അവർ മസ്ജിദുമായി ബന്ധമുണ്ടായിരിക്കണമെന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വിഷയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒഴികഴിവ് നൽകിയിട്ടുണ്ട്. അവർ വീട്ടിൽ നിസ്കരിച്ചാൽ മതി. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ശ്രേഷ്ഠതയായിട്ടുള്ള കാര്യം വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ടതാണ്. പള്ളിയിൽ വന്നിട്ട് ജമാഅത്തായി ഫർള് നിസ്കാരങ്ങൾ അവൻ നിസ്കരിക്കണം. അവർ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അഥവാ ഫർള് നിസ്കാരം ബാങ്ക് കൊടുക്കുന്ന ദൂരത്താണ് അവന്റെ വീടുള്ളത് എങ്കിൽ അവൻ പള്ളിയിൽ പോയി നിസ്കരിക്കാതെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആ നിസ്കാരം സ്വീകരിക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് കുറ്റകരമാണ് എന്ന് പറഞ്ഞ ഉലമാക്കളെയും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലാ തഖും ഫീഹി അബദാ. അഥവാ മുനാഫിഖീങ്ങൾ മസ്ജിദുൽ ഇറാർ എന്ന ഒരു മസ്ജിദ് ഉണ്ടാക്കി. അഥവാ മുഅ്മിനീങ്ങളെ അവരെ പ്രയാസപ്പെടുത്താനും അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അവർക്ക് ഒരുമിച്ച് കൂടാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും തീരുമാനിക്കാനും മുനാഫിഖീങ്ങൾ അവർ എന്തു ചെയ്തു? ഒരു പള്ളി നിർമ്മിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, റസൂലേ, ആ പള്ളിയിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ നിസ്കരിക്കരുത്. എന്നിട്ട് അവിടുന്ന് അല്ലാഹു പറയുകയാണ്, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. യഥാർത്ഥ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ വെച്ചായിരിക്കണം റസൂലെ അങ്ങ് നിസ്കരിക്കേണ്ടത്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെയുള്ള ആളുകളെ പറ്റി പറയുകയാണ്, ഫീഹി റിജാലുൻ, അവിടെ ചില ആണുങ്ങളുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താണ് സഹോദരങ്ങളെ അവരുടെ വിശേഷണം? യുഹിബ്ബൂന അൻ യതതഹറു, അവർ ശുദ്ധി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, ശുദ്ധിയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വല്ലാഹു യുഹിബ്ബുൽ മുത്തഹ്ഹിരീൻ, റബ്ബ് സുബ്ഹാനഹു വ തആല ശുദ്ധി ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ആണുങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണമായി അല്ലാഹു പറഞ്ഞ കാര്യമാണ് പള്ളിയിൽ വന്ന് നിസ്കരിക്കുക, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഹാജരാവുക എന്നുള്ളത്. 5 നേരത്തെ നിസ്കാരത്തിൽ പങ്കെടുക്കുക എന്നത് ഒരു മുഅ്മിനെ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, മറ്റൊരായത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വ യുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദൂവി വൽ ആസാൽ. അല്ലാഹു പറയുന്നു, ഇദാ ഫീ ബുയൂത്തിൻ, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ചില ആളുകളെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ ദിക്റുകളും അതുപോലെ തന്നെ നിസ്കാരവും എല്ലാം ചെയ്യാൻ വേണ്ടി. പിന്നീട് അല്ലാഹു പറയുകയാണ് റിജാലുൻ, വീണ്ടും പറയുന്നു അവിടെ ചില ആണുങ്ങൾമാരുണ്ട്, പുരുഷന്മാരുണ്ട്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അവരുടെ വിശേഷണമായി റബ്ബ് പറയുകയാണ്, അവരുടെ കച്ചവടമോ വിറ്റഴിക്കലോ ഒന്നും തന്നെ റബ്ബിനെ പറ്റിയുള്ള സ്മരണ അവർക്ക് തടസ്സമാവുകയില്ല. അതാണ് ആണുങ്ങൾ, അവരാണ് യഥാർത്ഥ പുരുഷന്മാർ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്, യഥാർത്ഥ പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം നിലനിർത്തുകയും സകാത്ത് അത് കൊടുക്കുകയും ചെയ്യുന്നവരാണ്. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, എന്നാൽ ആ ആണുങ്ങൾ, ആ പുരുഷന്മാർ ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മളെല്ലാവരും സ്വർഗത്തിലാണ് എന്ന ആ ഒരു ആത്മവിശ്വാസമുള്ളവരല്ല. അവർ യഖാഫൂന യൗമൻ, ഒരു ദിവസത്തെ ഭയപ്പെടുന്ന ആളുകളാണ്, ഒരു ദിവസത്തെ ഭയപ്പെടുന്ന ആളുകളാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ ആ ദിവസത്തിന്റെ അവസ്ഥ? യൗമ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, അവരുടെ ഹൃദയവും അതുപോലെ തന്നെ കണ്ണും അത് പേടിച്ചരണ്ട് മറിയുന്ന ഒരു ദിവസത്തെ, അഥവാ ഖിയാമത്ത് നാളെ അവർ ഭയപ്പെടുന്ന ആളുകളാണ് യഥാർത്ഥ പുരുഷന്മാരെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. സഹോദരങ്ങളെ നോക്കൂ, ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല
ഒന്നാമതായി ഒരു പുരുഷന് ആണത്തത്തിന്റെ അടയാളമായി പറഞ്ഞ കാര്യം പള്ളികളിൽ എത്തുക, നിസ്കരിക്കുക എന്നുള്ളത്. ജമാഅത്തായി വന്ന് നിസ്കരിക്കുക എന്നത് പൗരുഷത്തിന്റെ അടയാളമായി റബ്ബ് പറഞ്ഞതാണ്. എന്നാൽ സഹോദരങ്ങളെ, അത് മാത്രമാണോ? പള്ളികളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരൊറ്റ വാക്ക് മാത്രം ആലോചിച്ചാൽ മതി. അള്ളാഹുവിന്റെ ഭവനം, അള്ളാഹുവിന്റെ ഭവനം എന്നത് മാത്രം ആലോചിച്ചാൽ മതി. നോക്കൂ സഹോദരങ്ങളെ, നമുക്ക് പള്ളികളിലേക്ക് വരാനും അവിടെ ഇബാദത്ത് ചെയ്യാനും റബ്ബിന് ദിക്ർ ചെയ്യാനും ഈ ഒരൊറ്റ വാക്ക് മാത്രം മതി. അള്ളാഹുവിന്റെ ഭവനം, അതിലേക്ക് പോവുക എന്നുള്ളത് ആണത്തത്തിന്റെ അടയാളമാണ്. സാലിം ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനയിലെ കച്ചവടക്കാർ അതൊക്കെ മൂടി വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയപ്പോൾ ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്തു. റിജാലുൻ ലാ തുൽഹീഹിം എന്ന് തുടങ്ങുന്ന ആ ആയത്ത് പാരായണം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹും ഹഉലാ, ഇവരാണ് ഈ പറഞ്ഞ ആയത്തിലുള്ള ആണുങ്ങൾ. അഥവാ അവർക്കൊരു പ്രയാസമില്ല, അവരുടെ കച്ചവട ചരക്കുകളും മറ്റും നഷ്ടത്തിലാകുമോ, കട്ടെടുക്കപ്പെടുമോ എന്നതൊന്നും അവർക്ക് ഒരു പ്രയാസമില്ല. അവർക്കതൊരു പ്രയാസമായി മാറിയിട്ടില്ല. റബ്ബിലേക്ക് അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ അവർ ആണുങ്ങൾ പോവുകയാണ് സഹോദരങ്ങളെ. മാത്രമല്ല താബിഈങ്ങളിൽപ്പെട്ട പല ആളുകളെ പറ്റി പറയുന്നതായി കാണാം. അവരിൽ പല ആളുകളും പല ജോലികളും ചെയ്ത ആളുകളാണ്. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ടാകും, മുൻകഴിഞ്ഞ ആളുകളൊക്കെ ഇബാദത്തിന് വേണ്ടി മാത്രം മാറിയിരുന്ന ആളുകളാണ് എന്നുള്ളത്. ഒരിക്കലുമല്ല. മുൻഗാമികൾ എല്ലാവരും കൈത്തൊഴിൽ എടുത്തുകൊണ്ട് ജീവിച്ച ആളുകളാണ്. നമ്മളെ പോലെ തന്നെ അവരും പല കാര്യങ്ങളും ജോലികളും ചെയ്തിരുന്ന ആളുകളാണ്. അതല്ലാതെ മലായിക്കത്തുകളെ പോലെ എല്ലാ സമയത്തും ഇബാദത്ത് എന്നത് മുൻഗാമികളുടെ ഒരു ശീലമല്ല. മറിച്ച് അവർ കുടുംബം നോക്കാൻ ജോലി ചെയ്തിരുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിരുന്നു. എന്നാൽ അവരെ ആ കച്ചവടം അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടയാറില്ല. നോക്കൂ സഹോദരങ്ങളെ, പല മുൻഗാമികളെ പറ്റിയും പറയുന്നതായി കാണാം. അവർ അവരുടെ മുട്ടി കൊണ്ട് ആശാരി പണിയെടുത്തിരുന്ന മുൻഗാമികൾ മുട്ടി കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ആ മുട്ടി മുകളിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ, ബാങ്ക് കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ആ മുട്ടി അവർ താഴ്ത്താറില്ല. അഥവാ അത് മാറ്റി വെച്ചുകൊണ്ട് നേരെ പള്ളിയിലേക്ക് പോകും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്കും അങ്ങനെയായിരുന്നു. കാന ഫീ മിഹ്നതി അഹ്ലിഹി, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തെ സഹായിക്കാറുണ്ട്. എന്നാൽ ബാങ്ക് കൊടുത്തത് കേട്ടാൽ നമ്മളെ ആരെയും അറിയാത്തതുപോലെ അദ്ദേഹം പള്ളിയിലേക്ക് പോകുമെന്ന് സഹാബിമാർ പറഞ്ഞതായി കാണാം. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് ഒന്നാമത്തെ വിശേഷണം. പള്ളികളിൽ വന്ന് നിസ്കരിക്കുക, അദ്കാറുകളിൽ മുഴുകുക, ഖുർആൻ പാരായണം ചെയ്യുക, ഇതൊക്കെ ആണുങ്ങളുടെ അടയാളമായി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. രണ്ടാമതായി പൗരുഷത്തിന്റെ അടയാളമായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ മഹത്തരമായ മാർഗം, ഈ ഒരു വിശ്വാസം, അതിൽ അടിയുറച്ചു നിൽക്കുക എന്നത് ആണത്തത്തിന്റെ അടയാളമാണ്. ആരെങ്കിലും വല്ല പ്രയാസവും ഉണ്ടാക്കുമ്പോൾ ഇത് വിട്ടെറിഞ്ഞു പോവുക എന്നുള്ളത് ഒരാണിന് യോജിച്ച കാര്യമല്ല. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞില്ലേ, മീനൽ മുഅ്മിനീന റിജാലുൻ, മുഅ്മിനീങ്ങളിൽ ചില പുരുഷന്മാരുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരായ വിശ്വാസികൾ എന്നാണ് അർത്ഥം. അത് മാത്രം അള്ളാഹു പറഞ്ഞു നിർത്തിയില്ല. മീനൽ മുഅ്മിനീന റിജാലുൻ, അവിടുന്ന് പറയുകയാണ് ആണുങ്ങൾ, പുരുഷന്മാർ ചില ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? സദഖു മാ ആഹദുല്ലാഹ അലൈഹി, അള്ളാഹു കരാറ് വെച്ച കാര്യം കൃത്യമായി പുലർത്തുന്ന ആളുകൾ. എന്താണ് സഹോദരങ്ങളെ അള്ളാഹു കരാറായി പറഞ്ഞത്? അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്ന് കരാറായി പറഞ്ഞ കാര്യം അത് കൃത്യമായി നിറവേറ്റുന്ന ആളുകൾ. വമിൻഹും മൻ ഖളാ നഹ്ബഹു, അവരിൽ ചില ആളുകൾ അത് കൃത്യമായി നിറവേറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളുകൾ. മിൻഹും മൻ യൻതദിർ, അവരിൽ ചില ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചുകൊണ്ട് മരണപ്പെടാൻ. വമാ ബദ്ദലു തബ്ദീല, അവർ ഒരു കാര്യവും മാറ്റുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ പുരുഷന്മാരെ പറ്റി റബ്ബ് നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു കാര്യലാഭം ഉണ്ടാകുമ്പോഴേക്കും, അതല്ല എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും തന്റെ ദീൻ തന്നെ മാറ്റിവെക്കുന്ന ആളുകളുണ്ട്. അതല്ല എങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ മാറ്റത്തിരത്തിലകൾ വരുത്താൻ യാതൊരു മടിയുമില്ലാത്ത ആളുകളുമുണ്ട്. ഇത് യഥാർത്ഥ പൗരുഷത്തിന്റെ അടയാളമല്ല, ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യം, അതല്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ് അമ്പിയാക്കന്മാരും അതുപോലെ തന്നെ മുർസലീങ്ങളും വിട്ടേച്ചു പോയ തൗഹീദിനെ പിന്തുണക്കുക എന്നത്. ഇതും
യഥാർത്ഥ പുരുഷന്മാരുടെ അടയാളമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉ അൽ മുർസലീൻ. എന്താണ്? ചില ആളുകൾ, ചില പുരുഷന്മാർ അവർ പറയുകയാണ്, നിങ്ങൾ ഇതാ ഈ വന്ന മുർസലീങ്ങളെ അവരെ പിൻപറ്റണം, അവരെ നിങ്ങൾ യഥാർത്ഥത്തിൽ പിൻപറ്റണം. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങളുടെ അടുത്തു നിന്ന് യാതൊരു കൂലിയും പ്രതിഫലവും ചോദിക്കാത്ത, സാമ്പത്തിക നേട്ടം ആഗ്രഹിക്കാത്ത ആളുകളെ നിങ്ങൾ പിൻപറ്റണമെന്ന് യഥാർത്ഥ പുരുഷന്മാരിൽ ചില ആളുകൾ, അവരെ സഹായിച്ച അമ്പിയാക്കന്മാരെ സഹായിച്ച ചില ആളുകൾ പറഞ്ഞു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. അപ്പോൾ സഹോദരങ്ങളെ, അമ്പിയാക്കന്മാർ കൊണ്ടുവന്ന ഈ ദീൻ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പഠിപ്പിക്കുന്നവരെ പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് പുരുഷത്വത്തിന്റെ അടയാളമാണ്, യഥാർത്ഥ പൗരുഷത്തിന്റെ അടയാളമാണ്. ഇതുപോലെ തന്നെയല്ലേ സഹോദരങ്ങളെ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രവും അതിൽ ഒരാളെ പറ്റി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. അഥവാ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഭരണാധികാരിയായ ഫിർഔനിനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിലേക്ക് ക്ഷണിച്ചു. തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരെ വളരെ പ്രയാസപ്പെടുത്തി, വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഫിർഔൻ ചെയ്തു. അപ്പോൾ ഒരാൾ, ഫിർഔനിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, അയാൾ പറയുകയാണ്, വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔൻ യക്തുബു ഈമാനഹു. ഫിർഔനിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു. ഫിർഔനിനെ ഭയന്നുകൊണ്ട് ഈമാൻ ഒളിപ്പിച്ചു വെച്ചവരായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയുകയാണ്, അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ്. അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ കൊന്നുകളയുകയാണോ എന്ന് ചെയ്തുകൊണ്ട് അവരെ പിന്തുണക്കുകയാണ്. ഇതാണ് റജുൽ, ഇതാണ് യഥാർത്ഥ പുരുഷൻ. എന്നിട്ട് പറയുകയാണ്, വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബികും. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള യഥാർത്ഥ സന്ദേശവുമായിട്ടാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത്. വഇൻ യകു കാദിബൻ ഫഅലൈഹി കദിബു. ഇനി ഇദ്ദേഹം പറയുന്നത്, മൂസ പറയുന്നത് കളവാണെങ്കിൽ ആ കളവിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കും. വഇൻ യകു സാദിഖൻ യുസിബുകും ബഅലുല്ലദി യഅദുകും. എന്താണോ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ശിക്ഷ, അദ്ദേഹം സത്യം പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്. കദ്ദാബായിട്ടുള്ള, കള്ളനായിട്ടുള്ള ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ മാർഗത്തിലേക്ക് ആക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ദുർബലരായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആളുകളോടൊപ്പം ഇദ്ദേഹവും അണിനിരന്നു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹായിക്കാൻ. ഇത് ആണത്തത്തിന്റെ അടയാളമാണ്. അഥവാ തൗഹീദ് പറയുന്ന, യഥാർത്ഥ ദീൻ പറയുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത് യഥാർത്ഥ ആണത്തത്തിന്റെ അടയാളമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഒരു ഗുണമാണ് സൽസ്വഭാവിയായിരിക്കുക എന്നത്. സൽസ്വഭാവിയായിരിക്കുക എന്നുള്ളത് അറബിയിൽ ഷഹാമത്ത് എന്ന് പറയും. ഇത് അള്ളാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹും റസൂലും ഒരു കാര്യം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കണ്ട് അതിലേക്ക് പരിശ്രമിക്കണം ആ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ജവാദുൻ യുഹിബ്ബുൽ ജൂദ്. റബ്ബ് സുബ്ഹാനഹു വ തആല ജവാദാണ്. അള്ളാഹു ജൂദിനെ ഇഷ്ടപ്പെടുന്നു, അഥവാ ധാരാളമായി ചിലവഴിക്കുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ വയുഹിബ്ബു മആലിയൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സൽ സ്വഭാവം റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. നോക്കൂ സഹോദരങ്ങളെ, റബ്ബിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് സൽ സ്വഭാവം എന്നുള്ളത്. തീർന്നില്ല, വയുബ്ഗിളു സഫ്സാഫഹ, തരംതാണ മോശപ്പെട്ട സ്വഭാവങ്ങൾ അള്ളാഹു വെറുക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് ഒരു മുഅ്മിനിന്റെ, ഒരാണിന്റെ ഏറ്റവും നല്ല ഒരു കാര്യം. അഥവാ അവൻ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം സൽസ്വഭാവം എന്നുള്ളത്. ഏത് സന്ദർഭത്തിലും, സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, പ്രയാസമുള്ളപ്പോഴും അതില്ലാത്തപ്പോഴും ഒക്കെ അവന്റെ സ്വഭാവ ഗുണങ്ങൾ അവനെ വിട്ടുപിരികയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനിന്റെ സ്വഭാവത്തെ, അല്ലെങ്കിൽ മുഅ്മിനിനെ ഉപമിച്ചത് ഒരു ഈന്തപ്പനയോടാണ്. എന്നാണ് സഹോദരങ്ങളെ ഈന്തപ്പനയുടെ പ്രത്യേകത? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന മിനശ്ശജറതി ലശജറ, തീർച്ചയായും മരങ്ങളിൽ ഒരു മരമുണ്ട്. അതിന്റെ ഉദാഹരണം എങ്ങനെയാണ്? മസലുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിനെ പോലെയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, ഇഹിയ നഖ്ല,
അത് ഈന്തപ്പനയാണ്. എന്താണ് ഈന്തപ്പനയുടെ പ്രത്യേകത? അത് നശിക്കുന്നത് വരെ അതിന്റെ ഉപകാരം മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാകും. അതിന്റെ ഏതൊരു കാര്യം കൊണ്ടും മറ്റുള്ള ആളുകൾക്ക് ഉപകാരമെടുക്കാൻ സാധിക്കും. അതുപോലെയാണ് ഒരു മുഅ്മിൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് അതിനും മാതൃകയാണ്. നമുക്കറിയാം, ഫിർഔൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മദിയനിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ വലമ്മാ വറദ മാഅ മദിയന വജദ അലൈഹി ഉമ്മത്തുൻ മിനൻ നാസ്, അവിടെ ചില ആളുകളെ കാണുകയാണ്. അവരെന്ത് ചെയ്യുകയാണ്? വെള്ളം ഇങ്ങനെ കോരിയെടുക്കുന്നു. അങ്ങനെ ആ വെള്ളം കോരിയെടുക്കുന്ന വേളയിൽ രണ്ട് സ്ത്രീകൾ മാറി നിൽക്കുന്നുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീകളോട് ചോദിച്ചു, മാ ഖതുബുകുമാ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അവർ രണ്ടുപേരും, ആ രണ്ട് സ്ത്രീകളും പറഞ്ഞു, എന്താണ്, നമ്മൾ നമ്മുടെ മൃഗങ്ങൾക്ക് വെള്ളമെടുക്കാൻ വന്നതാണ്. വീട്ടിൽ മറ്റാരുമില്ല ഈ വെള്ളമെടുക്കാൻ, വളരെ പ്രയാസത്തിലാണ്. നമ്മുടെ ഉപ്പയാണെങ്കിൽ ഷേഖുൻ കബീർ, വലിയ പ്രായമായ വ്യക്തിയാണ്, അദ്ദേഹത്തിന് വന്നെടുക്കാൻ സാധിക്കുകയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത കാര്യം എന്താണ്? ഫസഖാ ലഹുമാ ثم تولى الى الظل فقال رب اني لما انزلت الي من خير فقير. അദ്ദേഹം അവർക്ക് ആ വെള്ളം എടുത്തു കൊടുത്തു. എന്നിട്ട് ഒരു വാക്കും നന്ദി വാക്കും കേൾക്കേണ്ടതില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം അവിടുന്ന് മാറിപ്പോയി എന്നതാണ്. ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. ആ വെള്ളം എടുത്തുകൊണ്ട് അത് കൊടുത്തുകൊണ്ട് നേരെ ഒരു മരച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഏത് ഖൈർ ഇറക്കുന്നുവോ അതിലേക്കൊക്കെ റബ്ബേ ഞാൻ ആവശ്യക്കാരനാണ് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ദുആ ചെയ്തു. നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ സ്വഭാവം. മറ്റുള്ള ആളുകൾ പ്രയാസപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? ഫിർഔൻ കൊല്ലാൻ വേണ്ടി വരികയാണ്. കയ്യിൽ സമ്പത്തില്ല, ഒരു കാര്യവുമില്ല. ദുനിയാവിപരമായി നോക്കുകയാണെങ്കിൽ ഒരു കാര്യം പോലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലില്ല. നമ്മൾ നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മളിൽ പലരും പറയാറുണ്ട്, ഞാൻ ആ ചൂടിൽ പറഞ്ഞു പോയതാണ്, വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അതിന്റെ പേരിലാണ് ഞാൻ നിന്നോട് കോപിച്ചത്. ഒരിക്കലും പാടില്ല. നമ്മളിൽ പലരും അങ്ങനെയാണ്, ഇന്ന സന്ദർഭം ഉണ്ടായപ്പോൾ ഞാൻ നിന്നോട് അറിയാതെ പറഞ്ഞു പോയതാണ്. പാടില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വഭാവം നോക്കൂ. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ആളുകൾ വരികയാണ്. കയ്യിൽ സമ്പത്തില്ല, വീടില്ല, ഒരു കാര്യവുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വഭാവം സൽസ്വഭാവമായതുകൊണ്ട്, അദ്ദേഹം റജുലായതുകൊണ്ട്, യഥാർത്ഥ പുരുഷനായതുകൊണ്ട് അദ്ദേഹം ആ സൽസ്വഭാവം പുറത്തെടുത്തു. നോക്കൂ സഹോദരങ്ങളെ, ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. നമ്മളും ഇതുപോലെയാകണമെന്നുള്ളതാണ്. ഞെരുക്കത്തിന്റെ സമയത്തും ഈ ഒരു യഥാർത്ഥ വിശാലതയുള്ള സ്വഭാവം കാണിക്കാൻ നമ്മളും ഇതുപോലെ പ്രവർത്തിക്കണം. ഇതെല്ലാം സഹോദരങ്ങളെ പുരുഷന്മാർക്കുണ്ടാകേണ്ട വിശേഷണങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ സൽസ്വഭാവങ്ങളും ജീവിതത്തിൽ പകർത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്ക് പ്രത്യേകമായി നൽകിയിട്ടുള്ള ഒരു സ്ഥാനമാണ് സ്ത്രീകൾക്ക് മേൽ അവർക്കുള്ള അധികാരം. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് മേൽ അധികാരമുള്ള ആളുകളെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, കബീറുഹാ വ റഈസുഹാ, എന്താണ് ഖവ്വാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാൾ മുകളിലുള്ള അവരുടെ നേതാവായ ആളുകളാണ് പുരുഷന്മാർ. വ മുഅദ്ദിബുഹാ ഇദാ അവജത്, അവർ വഴിതെറ്റിപ്പോയാൽ അവർക്ക് അദബുകൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ളവനാണ് റിജാൽ. ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ വീട്ടിൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്. സ്ത്രീകൾ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും പിഴവുകൾ കാണിക്കുകയാണെങ്കിൽ അത് നേർമാർഗം കാണിച്ചു കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. വറജുലു ഖൈറും മിനൽ മർഅ, സ്ത്രീകളെക്കാൾ ഉത്തമം പുരുഷന്മാരാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ തീരുമാനമാണ്, അതിൽ പ്രയാസപ്പെടേണ്ടതില്ല. മറ്റു പല കാര്യങ്ങൾക്കും മറ്റു ചിലതിനേക്കാൾ റബ്ബ് സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, പള്ളികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പള്ളി അത് മസ്ജിദുൻ നബവി, അതുപോലെ തന്നെ മക്കയിലെ ഹറമുമാണ്. 3 പള്ളികൾ നമുക്കറിയാം. അതിൽ മറ്റുള്ള ആളുകൾ പ്രയാസപ്പെടേണ്ടതില്ല. പള്ളികൾ പണിയുന്ന ആളുകൾ അത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്.
അതിൽ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. അള്ളാഹു പറഞ്ഞില്ലേ അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അവർക്ക് അധികാരം നൽകിയത്? അള്ളാഹു തന്നെ പറയുന്നുണ്ട് ബിമാ ഫല്ലലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അവർ അവരുടെ സമ്പത്ത് ചിലവഴിക്കുന്നത് കാരണത്താലാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു നൽകിയിട്ടുള്ള ഈ അധികാരത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പൊതുവെ പുരുഷന്മാർ പറയാറുള്ള കാര്യം എന്താണ്? എനിക്ക് നിന്നേക്കാൾ അധികാരമുണ്ട്. പക്ഷേ പലരും ചെയ്യാതെ പോകുന്ന കാര്യം ചില ഉത്തരവാദിത്തങ്ങൾ ആണുങ്ങൾക്കുണ്ട്. എന്താണത്? ഇതിന്റെ അർത്ഥം അവരോട് അനീതി കാണിക്കുക എന്നതല്ല, ഒരിക്കലുമല്ല. അതല്ലെങ്കിൽ അവരെക്കാൾ ഞാൻ മുകളിലാണ് എന്ന അഹങ്കാരം പറയാനല്ല, പൊങ്ങച്ചം പറയാനല്ല. മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും, മാനസികമായതും ശാരീരികമായതും എല്ലാ കാര്യങ്ങളും അവർക്ക് തഅദീബ് നൽകുക, യഥാർത്ഥ മാർഗം കാണിച്ചു കൊടുക്കുക എന്നതാണ് പുരുഷന്മാരുടെ ബാധ്യത. ഇത് പിതാക്കന്മാരുടെയും ഭർത്താക്കന്മാരുടെയും സഹോദരന്മാരുടെയും ഉത്തരവാദിത്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളോട് ഭരണാധികാരിയെ പോലെയാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾക്ക് കീഴിലുള്ള ആളുകളെ പറ്റി നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതിനാൽ തന്നെ ഇത് ചെറിയ കാര്യമല്ല സഹോദരങ്ങളെ. നമ്മുടെ പെൺമക്കൾ, ഭാര്യമാർ, സഹോദരിമാർ, ഇവരെ കുറിച്ച് നമ്മോട് ചോദിക്കപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ അമാനത്ത് നിറവേറ്റാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്ത്രീകൾക്ക് വേണ്ട മതപരമായ അറിവ് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് പുരുഷന്റെ ബാധ്യതയാണ്. ഇതൊന്നും അറിയാത്ത എത്ര ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമികപരമായ മര്യാദകൾ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് പുരുഷന്റെ ബാധ്യതയാണ്. എന്താണ് യഥാർത്ഥ ഹിജാബ് എന്ന് പറഞ്ഞു കൊടുക്കൽ, അതൊരു പുരുഷന്റെ ബാധ്യതയാണ്, പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ്. വ്രത പടച്ചതല്ല പുരുഷന്മാരെ, അവരോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനാൽ സഹോദരങ്ങളെ, നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ഉത്തരവാദിത്തമുള്ള ഒരു വർഗം തന്നെ ഇല്ല എന്ന് വരുത്തി തീർക്കുക എന്നതാണ് പിശാചിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവർ പറയുന്നത് സ്ത്രീയും പുരുഷനും തുല്യമാണ് എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങൾ, എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെയാകുന്നത്? അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ മാറ്റങ്ങളുണ്ട്. പിന്നെ എങ്ങനെയാണ് ആ പറയുന്നതിൽ അങ്ങനെ ഒരു അർത്ഥം ലഭിക്കുക? അങ്ങനെ സഹോദരങ്ങളെ, ഇരുവരും ഒരുപോലെയാണ് എന്നത്, ആ ഒരു വാദം എല്ലായിടത്തും പടർന്നു കഴിഞ്ഞാൽ പിന്നീട് സഹോദരങ്ങളെ എന്നെ ഉപദേശിക്കാൻ ആരുമില്ല, എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്ന് സ്ത്രീകൾക്കും മനസ്സിലുണ്ടാകും. പിശാചിന്റെ മാർഗം പിന്നീട് അത് എളുപ്പമുള്ളതാകും. നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ആക്ഷേപകരമായ കാര്യമാണ് പൗരുഷത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, ഒരാൾ വന്ന് നമ്മോട് ചോദിക്കുക, നീ ഒരാണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ടാകും, നമ്മൾ ഒരുപക്ഷെ കോപിക്കും. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ നമ്മളെ പറ്റി തന്നെ ഒന്ന് ചിന്തിക്കുക. പല പള്ളികളിലും ഒരാളെയും കാണാനില്ല നിസ്കാരത്തിന്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീൻ അത് പ്രചരിപ്പിക്കാനും അത് പിൻപറ്റുന്നതിലും സുന്നത്ത് പിൻപറ്റുന്നതിലും യഥാർത്ഥ ആണുങ്ങളെ കാണാനില്ല. പലരും ദുനിയാവിന്റെ പിന്നിലാണ്. പല ആളുകളും ദുനിയാവിന്റെ നെട്ടോട്ടത്തിലാണ്. അള്ളാഹുവിന്റെ ദീൻ പാലിക്കാൻ പല ആളുകൾക്കും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ കീഴിലുള്ള സ്ത്രീകൾ, എന്താണ് അവരുടെ അവസ്ഥ? അവരെങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട് വരുന്നു എന്നതൊന്നും ചിന്തിക്കാത്ത പല ആളുകളും. ഇതൊന്നും സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഒരു പുരുഷന് യോജിച്ച കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഗുണങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ആരൊക്കെ വെറുത്താലും ശരി, ഇങ്ങനെയുള്ള ഗുണങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി കാണാം. ചില ആളുകളോട്, സഹാബിമാരോട് തന്നെ അദ്ദേഹം പറയുകയാണ്, തമന്നൗ, നിങ്ങൾ എന്ത് ചെയ്യുക? ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആഗ്രഹിക്കാനുള്ളത് അത് ആഗ്രഹിക്കുക. അങ്ങനെ പല ആളുകളും അവർക്ക് ആഗ്രഹമുള്ള, ചെയ്യാൻ താല്പര്യമുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൻതും തമന്നൈതും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത് ആഗ്രഹിച്ചിരിക്കുന്നു. വലാകിൻ അതമന്ന ലൗ അന്ന ഹാദിഹി ദാർ മംലൂഅത്തുൻ റിജാലൻ മിസ്ല അബി ഉബൈദ ഇബ്നുൽ ജറാഹ്, ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വീട്ടിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആണുങ്ങൾ നിറഞ്ഞു കൂടുകയും അവരോടൊപ്പം സഹവസിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും അമാനത്തുള്ള വ്യക്തി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സഹാബി. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്
യമനിൽ നിന്ന് ചില ആളുകൾ വന്നു, നമുക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ ആളുകളില്ല, നിങ്ങൾ ഒരാളെ അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയാണ് യമനിലേക്ക് അയച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? റസൂൽ പറഞ്ഞു, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു അബൂബക്കർ. പിന്നീട് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഉമർ എന്ന് പറഞ്ഞു. പിന്നീട് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി നൽകുകയാണ്. എന്താണ് സഹോദരങ്ങളെ ഇദ്ദേഹത്തിന് ഇത്രയും ശ്രേഷ്ഠതയുണ്ടാകാനുള്ള കാരണം? എന്താണ് ഇദ്ദേഹത്തിന് ആണത്തത്തിന്റെ അടയാളമായി ഉമർ റളിയല്ലാഹു അൻഹു പറയാനുള്ള കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൗഹീദുമായി വന്നപ്പോൾ അവിടുന്ന് പിന്തുണച്ചു, അദ്ദേഹത്തെ സഹായിച്ചു. നമുക്ക് കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തോടൊപ്പം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പല യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ നമുക്കറിയാം മുസ്ലിമീങ്ങൾക്ക് ചെറിയൊരു പരാജയം ഉണ്ടാവുകയും പല ആളുകളും പിന്തിരിഞ്ഞോടി. എന്നാൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉറച്ചു നിൽക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, അഥവാ വെട്ടുകളും മറ്റും കൊള്ളാതിരിക്കാൻ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് പതിഞ്ഞു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടുത്തെ പല്ലുകൾ കൊണ്ട് അത് കടിച്ചെടുക്കുകയും അദ്ദേഹത്തിന്റെ 2 പല്ലുകളും അത് കാരണത്താൽ നഷ്ടപ്പെട്ടു. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം സഹായിക്കുകയാണ്. സ്വന്തം ജീവൻ മറന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം സഹായിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വർഗത്തിലാണ് അദ്ദേഹം എന്ന് റസൂൽ പറയാനുള്ള കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സഹോദരങ്ങളെ, ഇതുപോലുള്ള ആണുങ്ങളുടെ സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. ഇതിൽ പലതിലും നമ്മൾ വീഴ്ച വരുത്തിയ ആളുകളാണ്. ആലോചിച്ചു നോക്കുക, പള്ളിയുമായി നമ്മുടെ ബന്ധം എന്താണെന്ന് സ്വന്തത്തോട് ഓരോരുത്തരും ചോദിക്കുക. അതുപോലെ തന്നെ സൽസ്വഭാവത്തിന്റെ വിഷയത്തിലായാലും സ്ത്രീകളുടെ വിഷയത്തിലായാലും ഏതവസ്ഥയിലാണ് നമ്മൾ എന്നുള്ളത് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാനും തൗഹീദിലായി കൊണ്ട് മരിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ